ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷും മലയാളവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും വൊക്കാബുലറി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മലയാളത്തിലെ ഒറ്റപ്പദം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അച്ഛൻ്റെ അച്ഛൻ എന്താ പറയുക? പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, പിതാവ്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് ആലോചിക്കുക. പിതാമഹൻ. അച്ഛൻ്റെ അമ്മ പിതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛൻ എന്താ? അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് മാതാവ് അല്ലേ. അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അമ്മ മാതാമഹി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി. അടുത്ത് നോക്കാം, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛൻ. അതിനെന്താ നമ്മൾ പറയുക? ശ്വശുരൻ എന്ന് പറയും കേട്ടോ, ശ്വശുരൻ. അപ്പോൾ ശ്വശുരൻ എന്താ? ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അച്ഛനാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനൊക്കെ ഒരു ശൂരനാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്വശുരനാണ് കേട്ടോ, ശ്വശുരൻ. ഇനി ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അമ്മ എന്താ പറയുക? ശ്വശ്രു ആണ്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അമ്മ എന്താ പറയുക? ശ്വശ്രു. അപ്പോൾ ഭർത്താവിൻ്റെ അമ്മ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളാണെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം, ശ്വശ്രു കേട്ടോ. ഇനി സഹോദരിയുടെ ഭർത്താവിന് എന്താ പറയുക? സ്യാലൻ. ഓക്കെ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. അപ്പോൾ ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സഹോദരിയുടെ ഭർത്താവ് ഭയങ്കര ശല്യക്കാരനാണ്, സ്യാലൻ. അപ്പോൾ ഇതൊന്നും കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് മിഥുനത്തിലെ ഇന്നസെൻറ്റിനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സഹോദരിയുടെ ഭർത്താവ് ശല്യക്കാരൻ, സ്യാലൻ എന്നുള്ള രീതിയിൽ ഓർക്കാം. സഹോദരിയുടെ മകൻ ഭാഗിനേയൻ. സഹോദരിയുടെ മകളിന് എന്താ പറയുക? ഭാഗിനേയി. സഹോദരിയുടെ മകൻ ഭാഗിനേയനും സഹോദരിയുടെ മകള് ഭാഗിനേയി. അപ്പോൾ സഹോദരിയുടെ മകൻ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. കാരണം സഹോദരൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചാൽ കൊടുക്കുമല്ലോ. അപ്പോൾ സഹോദരിയുടെ മകനും മകളും ഭാഗ്യ വെച്ചിട്ടുണ്ട് കേട്ടോ, ഭാഗിനേയനും സഹോദരിയുടെ മകള് ഭാഗിനേയി. അടുത്ത് നോക്കാം, മകൻ്റെ ഭാര്യ. മകൻ്റെ ഭാര്യനെ എന്താ പറയുക? സ്നുഷ എന്നാണ് കേട്ടോ. മകൻ്റെ ഭാര്യ സ്നുഷ. അപ്പം മകൻ്റെ ഭാര്യയുടെ പേര് ഉഷയാണെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം. മകൻ്റെ ഭാര്യ സ്നുഷ. മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മകളുടെ ഭർത്താവ് ജാമാതാവ്. അപ്പോൾ പലരും ഈ മാതാവ് എന്നൊക്കെ കാണുമ്പോൾ പെണ്ണാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മകളുടെ ഭർത്താവിന് എന്താ പറയുക? ജാമാതാവ്. അപ്പോൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് മകളുടെ ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും, കാരണം ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജാം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജാമാതാവ്. ഇനി മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകളിന് എന്താ പറയുക? പൗത്രി. മകൻ്റെ ഭാര്യ സ്നുഷ, മകളുടെ ഭർത്താവ് ജാമാതാവ്, മകൻ്റെ മകൻ പൗത്രൻ, മകൻ്റെ മകള് പൗത്രി. ഇനി മകളുടെ മകനും മകളുടെ മകളുമാണ് കേട്ടോ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകള് ദൗഹിത്രി. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകള് ദൗഹിത്രി. സുമിത്രയുടെ മകൻ സൗമിത്രി കേട്ടോ. സുമിത്രയുടെ മകൻ സൗമിത്രി. ദ്രോണരുടെ മകൻ ദ്രൗണി. ദ്രോണരുടെ മകൻ ദ്രൗണിയാണ്. സുമിത്രയുടെ മകൻ സൗമിത്രി. ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രിന്ന് എന്താ പറയുക? ദ്രൗപദിയാണ്. ദ്രൗപദി എന്ന് പറഞ്ഞാൽ പാഞ്ചാലി അല്ലേ. 5 പതിമാരുള്ള നമ്മുടെ പാഞ്ചാലിയാണ് ദ്രുപദന്റെ പുത്രി. അപ്പോൾ ഒന്നുകൂടെ പറയാം, മകൻ്റെ ഭാര്യ സ്നുഷ, മകളുടെ ഭർത്താവ് ജാമാതാവ്, മകൻ്റെ മകള് പൗത്രി, മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകള് ദൗഹിത്രി, സുമിത്രയുടെ മകൻ സൗമിത്രി, ദ്രോണരുടെ മകൻ ദ്രൗണി, ദ്രുപദന്റെ പുത്രി ദ്രൗപദി. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? ആൻസർ പറഞ്ഞോളൂ. ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പുക്കിളി, ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ചോദ്യം, അംബികാസുധൻ മങ്ങാടിന്റെ എൻ മഗജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഏതാ വരുന്ന ആൻസർ? നീലകണ്ഠൻ അല്ലേ. അംബികാസുധൻ മങ്ങാടിന്റെ എൻ മഗജെ നമുക്കറിയാം എൻഡോസൾഫാനുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ എൻഡോസൾഫാൻ എന്ന് പറയുമ്പോൾ വിഷമാണ്. വിഷം എന്ന് പറയുമ്പോൾ നമുക്ക് നീല കളറൊക്കെ ആയിട്ട് ആലോചിക്കാം. നീലകണ്ഠൻ കേട്ടോ. അടുത്ത ചോദ്യം, ഉമ്മാച്ചുവിലെ കഥാപാത്രമായിട്ട് വരുന്നത് ആരാണ്? ആൻസർ മായനാണ്. നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിലെ ജഗദീഷിനൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ മായൻകുട്ടിയുടെ ഉമ്മ എന്നുള്ള രീതിയിൽ, ഉമ്മ ബാപ്പ അങ്ങനെ ഉമ്മ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ ഉമ്മാച്ചുവിലെ കഥാപാത്രമായിട്ട് വരുന്നത് മായൻ. കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? കുഞ്ഞിത്താച്ചുമ്മ. ആൻസർ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായിട്ട് വരുന്ന നോവൽ? എസ് കെ പൊറ്റക്കാട്. ആൻസർ പ്രവാസമാണ്. സഞ്ചാര സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എസ് കെ പൊറ്റക്കാട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രവാസം, പ്രവാസി, പ്രവാസമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം, അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അള്ളാപ്പിച്ച മൊല്ലാക്ക. ആൻസർ ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ചോദ്യം, ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചന്ദ്രക്കാരൻ. ആൻസർ ധർമ്മരാജ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ധർമ്മക്കാരനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. അടുത്ത ചോദ്യം, പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? എല്ലാവർക്കും അറിയായിരിക്കും, വേഗം പറഞ്ഞേ. പപ്പു ഏതാ? ഓടയിൽ നിന്ന് അല്ലേ.
ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സിനിമ നടൻ പപ്പു ഓടയിൽ വീണു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായി അപ്പൻ. ആൻസർ കടൽ തീരത്ത്. അപ്പോൾ വെള്ളായി അപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം ആലോചിക്കാമല്ലോ, വെള്ളവും കടലും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ കടൽ തീരത്ത് കേട്ടോ. 10ാമത്തെ ചോദ്യം, കുന്തൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? കുന്തൻ. ആൻസർ മരുഭൂമികൾ ഉണ്ടാകുന്നത്. അപ്പം മരുഭൂമി ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ കുന്തം പോലെയാണ് നിൽക്കണേ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ കുന്തൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം, സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ഇന്ദുലേഖയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാട് എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ പാടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇന്ദുലേഖ വാങ്ങിച്ചിട്ട് തേച്ചാൽ മതി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖ. അടുത്ത ചോദ്യം നോക്കാം, പൂഞ്ചോല കരയച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ആൻസർ ശാരദയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് നമ്മുടെ സിനിമ നടി ശാരദയില്ലേ, ശാരദ ഈ പുളിയിലെ കരയുള്ള സാരിയൊക്കെയാണ് എടുക്കണേ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പൂഞ്ചോല കരയച്ചൻ ശാരദ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം, ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? ആൻസർ TC ജോസഫാണ്. അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ TC ഒക്കെ വാങ്ങാൻ വേണ്ടി ഒരു കുട്ടി സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കുമല്ലോ TC വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടീനെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒരു മറുകൊക്കെ വെച്ചിട്ടാണ് പോകണമെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? TC ജോസഫാണ്. അടുത്ത ചോദ്യം നോക്കാം, പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ KE മത്തായി. അപ്പോൾ ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് മത്തായിട്ട് മദ്യപിച്ചിട്ട് മത്തായിട്ട് പാറപ്പുറത്തിരിക്കുന്ന ആയിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? KE മത്തായി. അടുത്ത ചോദ്യം, അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ അയ്യപ്പൻ പിള്ള അല്ലേ. നമുക്ക് എന്തെങ്കിലും അഭയത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അയ്യപ്പനെ വിളിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അയ്യപ്പൻ പിള്ളയാണ്. കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നത് ആരാ? ആൻസർ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. കേരള തുളസിദാസൻ, തുളസിയാണ്. അപ്പോൾ തുളസിയൊക്കെ ഉണ്ടാവുന്നത് കുളത്തിൻ്റെ അരികിലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. അടുത്ത് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് നോക്കാം. സിനോണിംസ് ആണ്. റെബ്യൂക്കിൻ്റെ മീനിങ് എന്താ വരുന്നത്? ആൻസർ ക്രിറ്റിസിസം ആണ്. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റീബുക്ക് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും ബുക്ക് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഒരു ക്രിറ്റിസിസം, ചീത്തൊക്കെ കേൾക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ റെബ്യൂക്കിൻ്റെ സിനോണിം എന്താണ്? ക്രിറ്റിസിസം ആണ്. അടുത്ത ചോദ്യം, സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ സ്കെപ്റ്റിക്കൽ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു C എഴുതണമെന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ആയിരിക്കുമല്ലോ. അങ്ങനെയും വേണമെങ്കിൽ ആലോചിക്കാം. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. അടുത്ത ചോദ്യം, അഗാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ ഷോക്ക്ഡ് ആണ്. ഷോക്ക്ഡ്. ഓക്കെ. അഗാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എ ഗോസ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. എ ഗോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഗോസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, എറ്റിക്വറ്റ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ബിഹേവിയറാണ് സോഷ്യലി അക്സെപ്റ്റബിൾ. അപ്പോൾ എത്തിയിട്ട് എവിടെയെങ്കിലും ക്വയറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. എറ്റിക്വറ്റ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ട് നമ്മൾ ക്വയറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എറ്റിക്വറ്റ് സോഷ്യലി അക്സെപ്റ്റബിൾ. ഒപ്പുലൻ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് കേട്ടോ. റിച്ച് ആണ്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ ഒപ്പ് വാങ്ങും എന്നൊക്കെ ആലോചിക്കുക. ഈ ചെക്കിലൊക്കെ ഒപ്പ് വാങ്ങാനൊക്കെ നമ്മൾ പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഒപ്പുലൻ്റ് റിച്ച് ആണ്. അടുത്ത് നോക്കാം, ടിറനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവൽ ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്താണ് ക്രൂവൽ ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ്? മെയിനായിട്ട് നമ്മൾ ഈ ഗവൺമെൻറ് കേസിലൊക്കെയാണ് കേട്ടോ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. ടിറനി, ക്രൂവൽ ആൻഡ് അൺഫെയർ ട്രീറ്റ്മെൻറ്റ്. തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടയറിൽ ആണി വെക്കുന്ന കാര്യമൊക്കെ ആലോചിക്കാം കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ടയറിലൊക്കെ ആണി വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ക്രൂവലും അൺഫെയർ ട്രീറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, സോർഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേർട്ടി ആണ് കേട്ടോ. ഡേർട്ടി ആണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൂൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡ് അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അതിനെ സോറി പറയണ എപ്പോഴായിരിക്കും? നമ്മൾ എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്യുമ്പോഴായിരിക്കും അല്ലേ, ഡേർട്ടി കാര്യം. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. സോർഡിഡ് എന്താണ്? ഡേർട്ടി ആണ് കേട്ടോ. ഡേർട്ടി. അടുത്ത് നോക്കാം, സൈക്കോഫെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാറ്റർ ആണ്. അതായത് മുഖസ്തുതിക്കാരൻ, പൊങ്ങച്ചക്കാരൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ സൈക്കോഫെൻ്റ്. അപ്പോൾ എങ്ങനെ ആലോചിക്കുന്നത്? സൈക്കോഫെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആലോചിക്കാം അല്ലേ. കുറച്ച് സൈക്കോ ആയിട്ടുള്ളൊരു ഫ്രണ്ടിനെ ആലോചിക്കാം കേട്ടോ. എവിടെ? ഫ്ലാറ്റിലുള്ള ഏതെങ്കിലും ഒരു സൈക്കോ ആയിട്ടുള്ള ഫ്രണ്ടിനെ ഓർത്താൽ മതി. അപ്പോൾ ഫ്ലാറ്റർ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മുഖസ്തുതിക്കാരനാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം, എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. ഒരുപാട് ലാംഗ്വേജസ് അറിയാവുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക? ആൻസർ പോളിഗ്ലോട്ട് ആണ് കേട്ടോ. പോളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മെനി എന്നുള്ളൊരു മീനിങ്ങാണ്. പോളിമർ, പോളിഗൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ പോളിഗ്ലോട്ട്. അടുത്ത ചോദ്യം, മർഡർ ഓഫ് എ കിങ്ങിന് എന്താ പറയുക? ആൻസർ റെജിസൈഡ് ആണ് കേട്ടോ. റെജിസൈഡ്. അപ്പോൾ കിങ് രാജി വെച്ചില്ലെങ്കിൽ കൊന്നുകളയുന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? കോൾ ഇറ്റ് എ ഡേ.
സ്റ്റോപ്പ് വർക്കിംഗ്. നമ്മുടെ ജോലി എല്ലാം തീർന്നു കഴിയുമ്പോഴാണ് നമ്മളതൊരു ദിവസം എന്നുള്ള രീതിയിൽ പറയുക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കോൾ ഇറ്റ് എ ഡേ മീൻസ് സ്റ്റോപ്പ് വർക്കിംഗ്. അടുത്ത ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ വെരി ഇൻറ്റിമേറ്റ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെയല്ലേ നമ്മൾ ഗ്ലൗസ് ഇടുന്നത്. അപ്പോൾ ഹാൻഡും ഗ്ലൗവും ഭയങ്കര ഇൻറ്റിമേറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. വെരി ഇൻറ്റിമേറ്റ് ആണ്. അടുത്തത് എ ലീപ്പ് ഇൻ ദ ഡാർക്ക്. എ ലീപ്പ് ഇൻ ദ ഡാർക്ക് ഇഡിയമാണ്. വേഗം പറഞ്ഞോളൂ. ആൻസർ സ്റ്റെപ്പ് ടേക്കൺ വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് റിസൾട്ട്. അതായത് നമ്മൾ രാത്രിയൊക്കെ ഡാർക്കിലൊക്കെ നമ്മളൊരു ലീപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ നമ്മളൊരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് ടേക്കൺ വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് റിസൾട്ട്സ്. അടുത്ത് ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗിൻ്റെ എന്താ വരിക? ആൻസർ ബെസ്റ്റ് വിഷസ് ആണ് കേട്ടോ. ബെസ്റ്റ് വിഷസ് നേരെയാണ് ബ്രേക്ക് എ ലെഗ്, അല്ലാണ്ട് കാലൊടിച്ചു വരാനല്ല കേട്ടോ. ബെസ്റ്റ് വിഷസ് ആണ്. പ്ലേയിങ് ടു ദി ഗാലറിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഗാലറിയിലൊക്കെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഉള്ള കഴിവിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കാണിച്ച് കളിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കില്ലേ? അപ്പോൾ ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ ആണ് കേട്ടോ. കൈയടിക്കൊക്കെ വേണ്ടിയിട്ട് കളിക്കുക. ബിഹേവ് ഇൻ ആൻ എക്സാജറേറ്റഡ് വേ. അടുത്തത് ഡോഗ് ഡേയ്സ്. ഡോഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ടസ്റ്റ് പീരിയഡ് ഓഫ് ദി ഇയർ. ഒരു വർഷത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പീരിയഡ്, അതിനെയാണ് നമ്മൾ ഡോഗ് ഡേയ്സ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷും പഠിച്ചു. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. സഹോദരിയുടെ ഭർത്താവ് എന്താ പറയുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സഹോദരിയുടെ ഭർത്താവ്. എല്ലാവരും കമൻറ്റ് ചെയ്യണേ, സഹോദരിയുടെ ഭർത്താവ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.